കരിയാട് നമ്പ്യാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയരത്യ 2026 കോർപ്പറേറ്റ് HR ഹെഡ് കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്നോട് തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ ചോദിച്ചു, എന്തിനാ പഠിക്കുന്നത്? അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ആൾക്കാരും പറയുന്നത് ജോലിക്ക് വേണ്ടിയാണ്. കുറച്ച് പേര് പറയും എൻ്റെ പാഷനാണ് പഠിക്കുന്നത്. എൻ്റെ പാഷനാണ് പഠിക്കുന്നത്. എന്താണ് പാഷനും ജോലിയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ജോലി കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ജോലി കിട്ടുന്നത് അറിയാമോ? 2 തരത്തിലാണ്. രണ്ട് തരം കോഴ്സുകളാണ്. ഒന്ന് സ്ട്രോങ് കോഴ്സുകൾ, രണ്ടാമത് വീക്ക് കോഴ്സുകൾ. എന്താണ് മനസ്സിലായ? MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് കോഴ്സാണ്. നിങ്ങൾ എവിടെ ഏത് പോലെ പഠിച്ചാലും ജോലി ഉറപ്പാണ്. ദാറ്റ്സ് എ സ്ട്രോങ് കോഴ്സ്. വേറെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിന് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായ സെൻറ്റ് സ്റ്റീഫൻ കോളേജ് ഡൽഹിയിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ജോലി 110% ഉറപ്പാണ്. അങ്ങനെയാണ് നിങ്ങളെപ്പോൾ പഠിക്കുന്നത്. നിങ്ങളെപ്പോൾ പഠിക്കും സോഷ്യൽ സയൻസിലേക്ക് സോഷ്യൽ സയൻസ് പഠിക്കാൻ അവസരമില്ല. എനിക്ക് റൂറൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ അവസരമില്ല. അല്ലെങ്കിൽ IIT എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ അവസരമില്ല. വാർഡ് കൗൺസിലർ CM ഗീത അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മയിലൂടെയുണ്ടായ ഈ വിജയം ആഘോഷിക്കാൻ ഇന്നീ വേദിയിൽ അവസരമൊരുക്കിയ നിങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് സംസാരിക്കാൻ അവസരം നൽകിയ ജഗദീശ്വരനും ഞാൻ നന്ദി പറയുകയാണ് ആദ്യം തന്നെ. കാരണം ഞാൻ പഠിച്ച ഈ വിദ്യാലയത്തിൽ തന്നെ ഇങ്ങനെ ഒരു വേദിയെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷവും അതിലേറെ എനിക്ക് അഭിമാനവുമുണ്ട്. ഇന്ന് കാണുന്ന ഭൗതിക സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇന്ന് നമ്മുടെ സ്കൂൾ എന്ന വിദ്യാലയം നാടിന്റെ നാനാഭാഗത്തും അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ TV ധന്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. M രമേശ് ബാബു മുഖ്യ അതിഥിയായി. PTA പ്രസിഡന്റ് PM സുരേഷ് ബാബു, മാനേജ്മെന്റ് പ്രതിനിധി PT രത്നാകരൻ, ഹെഡ്മിസ്ട്രസ് SN രജനി, മദർ PTA പ്രസിഡന്റ് ജസ്റ്റി TK, K സജീഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ടോപ്പർ സംയുക്ത P-യുടെ മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവര് എന്റെ മാത്രം എഫേർട്ട് കൊണ്ടൊന്നല്ല ഞാൻ ഇവിടെ എത്തിയത്. 3 റീസൺസ് ആണ്. ഒന്ന്, മെയിൻലി ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് സപ്പോർട്ടീവാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് 2 വർഷത്തെ അനുഭവം വരുന്ന സമയത്ത് KNHS എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഇംപ്രഷൻ ആണോ എന്നാ പോയിട്ട് ഓൾ ദ ബെസ്റ്റ് അടിയാണ് അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇവിടുത്തെ. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ 2 വർഷം ഞാൻ ഇവിടെ പഠിച്ചു. ഇപ്പോ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടിയാണ് ഇവിടുത്തെ. ഇതുവരെ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ടോക്ക് വന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ എങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നോ അതുപോലെ അവർ നമ്മളോട് സപ്പോർട്ടീവായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇതുവരെ ഇങ്ങോട്ട് നിന്നിട്ടുള്ളൂ. സമഗ്ര ന്യൂസ് പനോർ.